ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വലിയ നോയമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നോയമ്പുകാല ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. നോമ്പ് എന്നുള്ള വാക്ക് നോവും അൻപും കൂടി വരുമ്പോഴാണ് നോയമ്പാകുന്നത്. അതായത് അൻപ് എന്ന് പറയുന്ന അലിവ്, സ്നേഹം, വാത്സല്യം എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. അപ്പോൾ ദൈവസ്നേഹത്തിലേക്കും പരസ്നേഹത്തിലേക്കും വരുവാനുള്ള പരിത്യാഗത്തിൻ്റെ അവസരമാണ് ഈ നോയമ്പ് കാലം. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ തന്നെ നവീകരിക്കുവാനുള്ള സ്വീകാര്യമായ രക്ഷയുടെ സുദിനമാണ് ഈ നോയമ്പ് കാലം. നോയമ്പിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ലെൻറ്റ് എന്താണ്, LENT. ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ അതിൽ ഓരോ അക്ഷരത്തിലും നോയമ്പിൻ്റെ ചിന്തയുണ്ട്. ലീവ് എവ്രി നെഗറ്റീവ് തോട്ട്സ്. നമ്മിലുള്ള നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉപേക്ഷിക്കുന്നതാണ് ലെൻറ്റ് അല്ലെങ്കിൽ ഉപവാസം അല്ലെങ്കിൽ നോയമ്പ് എന്ന് പറയുന്നത്. ഞാൻ അതിന് ഇങ്ങനെ ഒരു നിർവചനം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ലെൻഡൻ സീസൺ ഈസ് എ ടൈം ടു റിപ്പൻറ്റ്, റിപ്പയർ, റിന്യൂ, റിക്കൺസൈൽ ആൻഡ് റിജോയ്സ് ഇൻ ദ ലോർഡ്. നോയമ്പ് കാലം തിരിഞ്ഞു നോക്കാൻ, അനുതപിക്കുവാൻ, ഉടച്ചു വാർക്കുവാൻ, നവീകരിക്കുവാൻ, അനുരഞ്ജനപ്പെടുവാൻ, ആനന്ദിക്കുവാനുള്ള അവസരമാണ്. അതുകൊണ്ടാണ് ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ സുപരിചിതമായൊരു വചനമില്ലേ, നിങ്ങളുടെ വസ്ത്രങ്ങളല്ല കീറേണ്ടത്, ഹൃദയം അത്രേ ഭേദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും അധരം സംസാരിക്കുന്നു. ഉള്ളിലേക്ക് പോകുന്നതല്ല ഒരുവനെ അശുദ്ധനാക്കുന്നത്, ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ്. അതിനെക്കുറിച്ച് അക്കമിട്ട് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ യേശുവും പറഞ്ഞിട്ടുണ്ട്. ഒരു 15ഓളം ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പറഞ്ഞതും ഇത്തരണത്തിൽ മനസ്സിൽ ഓർക്കുന്നത് ഉചിതമായിരിക്കും. വീണ്ടും പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ 2 കൊറിന്തോസ് 5:20 തുടങ്ങിയുള്ള വചനത്തിൽ വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ഒരു അനുരഞ്ജനത്തിലേക്കുള്ള ആഹ്വാനമാണ് നോയമ്പ് എന്ന് പറയുന്നത്. ഇനി ആ നോയമ്പ് ആചരണം എന്താണെന്നും എങ്ങനെയാവണമെന്നും ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഉപവാസം, ദാനധർമ്മം, അതുപോലെ തന്നെ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന പ്രാർത്ഥനയെക്കുറിച്ചും. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനാൽ നമുക്ക് ഈ നോയമ്പ് കാലത്ത് നമുക്ക് പ്രായോഗികമായി എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് ചിന്തിക്കുവാൻ വചനം അടിസ്ഥാനമിട്ട് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 5 തുടങ്ങിയുള്ള വചനങ്ങളിൽ സ്നാപക യോഹന്നാൻ്റെ വചനം നമുക്കെടുക്കാം. അതൊരു 4 പ്രോസസ്സാണ്. കുന്നും മലയും നികത്തുക, താഴ്വര നികർത്തുക, വളഞ്ഞവ നേരെയാക്കുക, പരുപരുത്തവ മൃദുലപ്പെടുത്തുവാനുള്ള സമയമാണ് നോയമ്പ് കാലം. എന്താണ് ഈ കുന്നും മലയും? കുന്നും മലയും അത് ബൈബിളിലൊരു പ്രത്യേക അർത്ഥമുണ്ട്. കുന്നും മലയും അത് അഹങ്കാരവും മനുഷ്യൻ്റെ ന്യായീകരണവുമാണ്. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹങ്ങളിലും വ്യക്തിബന്ധങ്ങളിലുമുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം എന്താണ്? അനാദി തുടങ്ങി ഇന്നുവരെയുള്ള പ്രശ്നത്തിന് അഹങ്കാരമാണ്. എന്താണ് അഹങ്കാരം? ദൈവത്തെ മറന്ന് സ്വയം സ്നേഹിക്കുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് ഈഗോയാണ്. അത് പാപത്തിൻ്റെ പ്രതീകം കൂടിയല്ലേ. സിൻ എന്ന ഇംഗ്ലീഷ് വാക്ക് പാപം, അതിൻ്റെ നടുക്ക് നിൽക്കുന്നത് എന്താണ്? ഞാൻ എന്ന ഭാവമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അപ്പം അഹങ്കാരം അത് നമ്മൾ വിനയമാക്കി മാറ്റണം. എന്താണ് വിനയം? എളിമ എന്ന് പറയുന്നത് സ്വയം മറന്ന് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള അവസരമാണ് ഈ നോയമ്പ് കാലം. അപ്പോൾ കുന്നും മലയും, അഹങ്കാരവും ന്യായീകരണം. എന്താണ് ന്യായീകരണം? ജസ്റ്റിഫിക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് നമുക്ക് ആദ്യ മാതാപിതാക്കളിലൂടെ ലഭിച്ചതാണ്. പാപം ചെയ്തതിന് ശേഷം അവർ മറഞ്ഞിരിക്കുന്നു. ആദം നീ എവിടെ എന്ന് ചോദിക്കുന്നു. നീ അരുതാത്തത് ഭുജിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഭുജിച്ചു എന്നല്ലേ പറയേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ, പ്രാതൽ കഴിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അതെ പ്രാതൽ കഴിച്ചു എന്നല്ലേ പറയേണ്ടത്.
മറിച്ച് മറുപടിയല്ല പറയുന്നത്, ന്യായീകരണമാണ്. നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു എന്ന്. അവളോട് ചോദിച്ചപ്പോൾ സർപ്പം എന്നെ വഞ്ചിച്ചു. അപ്പോൾ ഇത് ആദ്യ മാതാപിതാക്കളിൽ തുടങ്ങി വെച്ച കാര്യം ഇന്നും തുടരണേ. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണല്ലേ, എന്തിനാണോ താൻ കൈക്കൂലി വാങ്ങിച്ചത്? അച്ഛ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്, ഞാനും വാങ്ങിക്കുന്നുണ്ട്. താനെന്താ ടിക്കറ്റ് എടുക്കാത്തത്? ട്രെയിനിൽ കയറി എത്രയോ ആൾക്കാർ ടിക്കറ്റ് എടുക്കാണ്ട് പോകണം, ഞാനും അത് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ന്യായീകരണമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലെ കുന്നും മലയുമാണ്. ഇത് നമുക്ക് തീർച്ചയായിട്ടും അത് നികത്താൻ സാധിക്കണം. രണ്ടാമത്തത് നിരത്തുകയാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ 6 വരി പാത നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എത്രയോ നിരത്തലുകളാണ് നടക്കുന്നത്. അതിനുവേണ്ടി എത്രയോ മലകൾ ഇടിച്ചു താഴ്ത്തി, എത്രയോ പാറകൾ പിളർന്നു, മണ്ണെടുത്തു. ഒരു നിരത്തൽ പ്രോസസ്സിലൂടെയാണ് ഇപ്രകാരം 6 വരി പാത ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഒരു നിത്യതയിലേക്കുള്ളൊരു പാത ഉണ്ടാകണമെങ്കിൽ നമ്മൾ നിരത്തണം. ആ നിരത്തുന്നതിനെക്കുറിച്ചാണ് ലൂക്കാസ് സുവിശേഷകൻ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പാപം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 7 പടിയിറക്കമാണ്. പാപത്തിൻ്റെ പന്നിക്കുഴിയിലേക്കുള്ളൊരു പടിയിറക്കമാണ്. ഈ പടിയിറക്കത്തിൽ നിന്നും പടി കയറ്റം നമുക്ക് ഈ നോയമ്പ് കാലത്ത് ഉണ്ടാവണം. അതുകൊണ്ടാണ് നോയമ്പ് കാലത്ത് നമ്മൾ നല്ല കുമ്പസാരം നടത്തി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് വേണം ഈ നോയമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുവാൻ. മാത്രമല്ല ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലോ. ഉൽപ്പത്തി 3:15 ചാരം പൂശി നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ പിന്തിരിയും, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് പിന്തിരിയുമെന്നുള്ള വാക്കുച്ചരിച്ചുകൊണ്ടാണ് നെറ്റിയിൽ കുരിശ് വരക്കുന്നത്. നമ്മളൊക്കെ ചാരമായി തീരേണ്ട, മണ്ണായി തീരേണ്ട വ്യക്തികളാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. മാത്രമല്ല ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ആത്മാവിന് പകരം എന്തു കൊടുക്കും എന്ന വചനവും നമ്മളെ ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പാപത്തിലേക്കുള്ള പടിയിറക്കം, ഈ പടിയിറക്കം എങ്ങനെയാണ്? സ്വന്തം ഇഷ്ടം, സ്വാർത്ഥത, ഒറ്റപ്പെടൽ, സുഖലോലുപത, ആത്മീയ പാപ്പരത്വം, ആത്മീയ അധപ്പതനം, ആത്മനാശം, സെൽഫ് വിൽ, സെൽഫിഷ്നെസ്, സെപ്പറേഷൻ, സെൻഷ്വാലിറ്റി, സ്പിരിച്വൽ സ്റ്റാർവേഷൻ, സ്പിരിച്വൽ അനിഹിലേഷൻ, സ്പിരിച്വൽ ഡിസ്ട്രക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ പന്നിക്കുഴിയിൽ നിന്നാണ് പിതാവിലേക്കുള്ളൊരു മടക്കയാത്ര. ആ മടക്കയാത്രയും വളരെ സുബോധമുണ്ടായി എന്നൊരു വാക്കുണ്ട്. ഈ സുബോധം നഷ്ടപ്പെടുന്നതാണല്ലോ പാപം. അവന് സുബോധമുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ സുബോധത്തിലാണ് അവന് അനുതാപം ഉണ്ടാകുന്നത്. അനുതാപത്തിൽ നിന്നാണ് തീരുമാനമുണ്ടാകുന്നത്. തീരുമാനത്തിൽ നിന്നാണ് ഒരു മടക്കയാത്ര ഉണ്ടാകുന്നത്. അവിടെ ചെന്ന് കണ്ടുമുട്ടുന്നു, അവർ അനുരഞ്ജനപ്പെടുന്നു, ഒടുവിൽ അവർ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് നോയമ്പ് കാലത്ത് നമുക്കുണ്ടാകണം. ഈ ഒരു പ്രോസസ്സ്. അപ്പം ഞാൻ എവിടെയാണ് പടി ഇറങ്ങിപ്പോയത്? ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ആത്മശോധന ചെയ്ത് നമുക്ക് ഈ ദിവസങ്ങളിലൊന്ന് പടി കയറാൻ, പിതാവിൻ്റെ കരവലത്തിലേക്ക് കടന്നു വരുവാൻ, പിതാവ് നൽകുന്ന പാദരക്ഷയും മോതിരവും വസ്ത്രവും സ്വീകരിച്ച് ഒന്ന് ആനന്ദിക്കുവാനുള്ളൊരു അവസരമായിട്ട് മാറണം. അടുത്തത് വളഞ്ഞവ നേരെയാക്കുക എന്ന് സ്നാപകയോഹന്നാൻ പറയുന്നുണ്ട്. ഈ വളഞ്ഞവ എന്ന് പറയുന്നത് ബൈബിളിൽ വക്രത, വഞ്ചന, കാപട്യമാണ്. ഈശോ വളരെ സ്ട്രോങ് ആയിട്ട് കപടനാട്യക്കാരെ, നിയമജ്ഞരെ ദുരിതം എന്ന് പറയുന്ന വാക്കുണ്ട്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു, പച്ചപ്പ് കാണിച്ച അത്തിവൃക്ഷത്തെ നോക്കി കരിച്ചു കളയുന്നതും വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ നമ്മൾ പച്ചപ്പ് കാണിച്ച് പറ്റിക്കാറുണ്ട്. നമ്മളായിരിക്കുന്ന അന്തസ്സുകളിലും ജീവിതത്തിലും പച്ചപ്പ് കാണിച്ച് പറ്റിക്കാറുണ്ട്. അത് വക്രത, കാപട്യമാണ്. ദൈവം ഏറ്റവും കൂടുതൽ വെറുത്ത പാപമാണ് കാപട്യം. അതുകൊണ്ട് ആ കപടതയാകുന്ന വളഞ്ഞ വഴികൾ ഒന്ന് ഉപേക്ഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അടുത്തത് പരുപരുത്തവ നേരെയാക്കുക. ഈ പരുപരുത്തവ എന്ന് പറയുന്ന തഴക്കദോഷമാണ്. പണ്ട് നമ്മുടെ ആത്മീയ ഗുരുക്കൾ പഠിപ്പിക്കാറുണ്ട്, തഴക്കദോഷങ്ങൾ, ശീലിച്ചു പോകുന്നത്, പാലിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ തഴക്കദോഷമാണ്. തഴക്കദോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
അതായത് നമ്മുടെ ചില ശീലങ്ങൾ, നല്ല ശീലമല്ല, ദുശീലങ്ങളാണ്. ചില ആൾക്കാർക്ക് രണ്ട് നുണ പറഞ്ഞാലേ അന്നത്തെ ദിവസം ശരിയാവുകയുള്ളൂ. ചില ആൾക്കാർക്ക് പരദൂഷണം പറയണം, അപവാദം പറയണം, അല്ലെങ്കിൽ തെറി പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ചിലർക്ക് കട്ടെടുത്താൽ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു പരിവരുത്ത കാര്യങ്ങളുണ്ട്, ദുശീലങ്ങൾ അല്ലെങ്കിൽ തഴക്കദോഷങ്ങൾ. അത് നമുക്ക് നേരെയാക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് തീർച്ചയായിട്ടും ഈ നോയമ്പ് കാലത്തിൽ വലിയ ഒരു വിശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നോയമ്പ് കാലം ഒരു ആചാരമല്ല, ആന്തരിക വിശുദ്ധീകരണമായിട്ട് മാറണം. വയറിലല്ല നോയമ്പ്, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലാണ് നോയമ്പ് എടുക്കേണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ, ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ, ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ ഈ നോയമ്പിൻ്റെ യഥാർത്ഥ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി ട്രഡീഷണലായിട്ട്, പാരമ്പര്യമായിട്ട് നൽകുന്ന 3 കാര്യങ്ങളാണ് പ്രാർത്ഥന, അതുപോലെ തന്നെ ദാനധർമ്മം, ഉപവാസം. അത് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന വായനയിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായമാണ്. അതിൽ ദൈവവുമായുള്ള ബന്ധമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവവുമായുള്ള ബന്ധം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് ഉള്ള 10 കൽപ്പനകത്തുള്ള ആദ്യത്തെ 3 ദൈവവുമായുള്ള ബന്ധമാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, ദൈവത്തിൻ്റെ ദിനം പരിചിതമായിട്ട് ആചരിക്കണമെന്ന് പറയുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് കർത്താവ് ഈ 10 പ്രമാണം പറഞ്ഞിട്ട് നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള മോശ വഴി നൽകിയിട്ടുള്ള 10 കൽപ്പനയുടെ സാരാംശമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് പങ്കുവയ്ക്കാണ്, നമുക്ക് ഈ നോയമ്പ് കാലത്ത് ചെയ്യാവുന്നത് ഈ ഈസ്റ്റർ വരെയുള്ള ദിനങ്ങളിൽ ഒരാളെങ്കിലും ദിവസം പള്ളിയിൽ പോയി ഫ്രീ ആയിട്ടുള്ള വ്യക്തികൾ. കാരണം നമ്മൾ അന്ന് അപ്പത്തിന് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവരുണ്ട്, പക്ഷെ ജോലിയില്ല, മുട്ടിന് പള്ളിയല്ലേ. അങ്ങനെ ഒരാളെങ്കിലും നമ്മൾ പള്ളിയിൽ ദിവസവും നമുക്ക് ഒരു കുർബാന അർപ്പിക്കാം കുടുംബത്തിന് വേണ്ടി. ഇനി അത് പറ്റില്ലെങ്കിൽ ഇന്ന് ഓൺലൈനിലാണല്ലോ എല്ലാം, ഓൺലൈനിൽ ഒരു കുർബാന നമുക്ക് അർപ്പിക്കാൻ സാധിക്കട്ടെ. കുർബാന അർപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളെല്ലാം ഇന്നൊരു ആചാരമായി ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ആശ്രമ ദേവാലയത്തിൽ കുർബാന അടക്കുമ്പോൾ ഞാൻ പോകുമ്പോൾ 2 പേര് വെറുതെ പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച രാവിലെ ആ എൻട്രൻസിൽ തന്നെ 2 വലിയ ആൾക്കാർ, അപ്പച്ചന്മാരും 45-50 വയസ്സ്, 2 പേര് ആദ്യം തുടങ്ങി അവസാനം വരെ തമ്മിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് വന്ന് കുർബാനയെ സ്വീകരിച്ചു പോയി. അപ്പം നമ്മളൊക്കെ പിന്നെ ചില മൊബൈൽ നോക്കുന്നു, മൊബൈൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണ്. കുർബാനയുടെ അർത്ഥം നമുക്കറിയാൻ പാടില്ല. ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? പരിശുദ്ധ കുർബാനയല്ലേ. ഈ കാണുന്ന ആചരണം മുഴുവൻ അവസാനം എത്തിക്കുന്നത് എന്താണ്? പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, പരസ്നേഹ പ്രവൃത്തി, പൗരോഹിത്യം. ഇതല്ലേ നമ്മൾ ഈ കാണുന്ന നോയമ്പ് കാലത്തിൻ്റെ അവസാനം കൊണ്ട് എത്തിച്ചേർക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെങ്ങനെയാണ് ബലി അർപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് ധ്യാനിക്കുന്നതും ഒന്ന് ആത്മവിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ആ ദൈവവുമായുള്ള ബന്ധം. രണ്ടാമത്തത് പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയാണ്. ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെയൊക്കെ വീടുകളുണ്ട്. എൻ്റെ വീട്ടിൽ സന്ധ്യമണി അടിക്കുമ്പോൾ കുരിശിൻ്റെ കർത്താവിൻ്റെ മാലാഖ ചൊല്ലാൻ പറയും. 8 മണിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്ന് എന്ത് പറ്റി? ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന തന്നെ നമ്മുടെ കുടുംബത്തിലില്ല. പല കുടുംബങ്ങളിലും പ്രാർത്ഥനയില്ല. കാർന്നവന്മാർ പോലും സീരിയലിന് അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വീടല്ലല്ലോ, സത്രമല്ലേ. എല്ലാവർക്കും മൊബൈൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇത് നോക്കിക്കൊണ്ടിരിക്കും, യാത്ര ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും, മെട്രോയിൽ പോയാലും വഴിയിൽ കൂടി പോയാലും ബസ് സ്റ്റാൻഡിൽ ഇരുന്നാലും എവിടെയും അറ്റൻഡ് ചെയ്ത് നോക്ക്. നമ്മൾ അഡിക്റ്റാണ്. ഇവിടെയാണ് ഉപവാസം. ഈ മൊബൈൽ അഡിക്ഷൻ്റെ അകത്ത് നിന്ന് മൊബൈൽ ഫാസ്റ്റിംഗ് ഉണ്ടാകണം. എനിക്ക് പരിചയമുള്ളൊരു വൈദികനുണ്ട്. അദ്ദേഹം നോയമ്പ് തുടങ്ങിയാൽ അദ്ദേഹം സൈലൻ്റായിട്ട് ഇട്ടിരിക്കും. അത്യാവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ പരീക്ഷ വരുന്നു. നമ്മുടെ പിള്ളേർ ഇന്നും വെച്ചിട്ടുണ്ടെങ്കിൽ റീൽസ് കാണും, തമാശ കാണും, ഗെയിംസ് കാണും. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു? ഇതിന് അഡിക്റ്റായി പോയ 3 പെൺപിള്ളേർ, ഒരു വീട്ടിലുള്ള 2 വയസ്സ് ഗ്യാപ്പ് 9ാം നിലയിൽ നിന്ന് ചാടിച്ചത്തില്ലേ.
അഡിക്ഷനാണത്. മാതാപിതാക്കൾ വാങ്ങിച്ചു എന്നും പറഞ്ഞ് അത് ലോകം അറിയട്ടെ എന്നും പറഞ്ഞ് ചാടിച്ചത്തില്ലേ. ഇത് ഒരുതരം കൊറിയൻ ഒരു കാര്യമാണ്. ഞങ്ങളുടെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇങ്ങനൊരു അഡിക്ഷനുണ്ട്, അത് അവരെ വല്ലാതെ ഓജോ ബോർഡ് പോലെ തന്നെ വല്ലാതെ വശീകരിക്കുന്നൊരു കാര്യമുണ്ടെന്നുള്ള കാര്യം. മുറിയിടാത്ത ഇവർ തനിച്ച് കയറി വാതിലടച്ചിരിപ്പുണ്ടോ? ഷുവറാണ്, ഇവരിതിന് അഡിക്റ്റാണ്. അപ്പോൾ ഇത് ആർക്കും ചികിത്സിക്കാം. സ്വയം നമ്മളുടെ വായനയിൽ ഈ ഞായറാഴ്ച ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ വളരെ മനോഹരമായിട്ടുള്ളൊരു ചിന്ത കിടപ്പുണ്ടായി. അതായത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നിനക്ക് മാറ്റാൻ സാധിക്കുമെന്ന് കർത്താവ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുർബാനയുടെ കാര്യം, അപ്പോൾ പ്രാർത്ഥന എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും കുടുംബ പ്രാർത്ഥന, ജപമാല, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. കുടുംബത്തിലെ കുർബാനയാണ് സന്ധ്യാപ്രാർത്ഥന. അപ്പോൾ ആ കുർബാന നമ്മൾക്ക് തീർച്ചയായിട്ടും വലിയൊരു ബലമാണ്, വലിയൊരു ശക്തിയാണ്, സൗഖ്യമാണ്, സമൃദ്ധിയാണ്, അത് സൗഭാഗ്യമാണെന്നുള്ള കാര്യം പറയും. മൂന്നാമത്തെ വചനമാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ സുവിശേഷം വായിച്ചുകൂടാ? 4 സുവിശേഷമുണ്ട്. 4 വായിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. അതിലാണല്ലോ ഈ കർത്താവിൻ്റെ ജനനം, ജീവിതം, മരണം, സഹനം, ഉദ്ധാനം എഴുതിയേക്കുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ ഒരു സുവിശേഷമെങ്കിലും എടുത്ത് വായിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം. പ്രാക്ടിക്കലായിട്ട് പ്രാർത്ഥന, ദൈവത്തോടുള്ള ബന്ധം. 2 ദാനധർമ്മമാണ്. വരാപ്പുഴ അതിരൂപതയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന സർക്കുലറിൽ പിതാവ് വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തോരം ഫുഡാണ് വേസ്റ്റ് ചെയ്യണത്. ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത എത്രയോ വ്യക്തികളുണ്ട്. എന്തുമാത്രം ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്. കർത്താവ് തന്നെ പഠിപ്പിച്ചില്ലേ, 5 കൊണ്ട് 5000 പേർക്ക് വിളമ്പിയിട്ട് ബാക്കിയുള്ളത് ശേഖരിക്കാനാണ് പറഞ്ഞത്. 7 കൊണ്ട് 4000 പേർക്ക് വിളമ്പിയിട്ട് 7 കൂട്ടം ബാക്കി വന്നപ്പോൾ ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണം. വേസ്റ്റാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്, അത് പാവപ്പെട്ടവൻ്റെ ഭക്ഷണമാണ്. നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കുന്ന ആ ഭക്ഷണം അത് പാവപ്പെട്ടവൻ്റേതാണ്. അപ്പോൾ ഈ വളരെ പ്രത്യേകമായിട്ട് ദാനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 1 റുപ്പി ചലഞ്ച് എന്ന് പറഞ്ഞ് നൊവേന കേന്ദ്രത്തിൽ പറഞ്ഞു, 1 രൂപ എല്ലാ ദിവസവും മിച്ചം വയ്ക്കുക. അപ്പം ഈ നോയമ്പ് കഴിയുമ്പോൾ നമുക്കൊരു 50 രൂപ കൊടുക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും മിനിമം ഇന്ന് ഭിക്ഷക്കാർ പോലും 1 രൂപ കൊടുത്താൽ വാങ്ങിക്കില്ല. അങ്ങനെ ഒരു 1 റുപ്പി ചലഞ്ച് അല്ലെങ്കിൽ 5 റുപ്പി ചലഞ്ച്, ഒരു 10 റുപ്പി ചലഞ്ച് നമുക്ക് ഉണ്ടായാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദാനധർമ്മം കൊടുക്കാൻ പറ്റും. പിന്നെ ദാനം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയരുത്. ഇത് നമ്മളൊരു വീട് വെച്ച് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു യൂണിഫോം കൊടുത്താൽ ഉടനെ തന്നെ ലോകം മുഴുവൻ അറിയിച്ചു. കർത്താവ് എന്താ പറഞ്ഞേക്കണത്? ഈ കൈ കൊണ്ട് ചെയ്യുന്നത് വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. അതാണ് കർത്താവ് മത്തായി 25 അക്കമിട്ട് വിശന്നു ദാഹിച്ചു രോഗിയായെന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, എപ്പോഴാണ് കർത്താവ് ഇതൊക്കെ സംഭവിച്ചത്? അപ്പോൾ ഈശോ പറഞ്ഞു, നീ ചെറിയവർക്ക് ചെയ്തപ്പോൾ എനിക്കാണ് ഇത് ചെയ്തത്. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പലതും ചെയ്യുന്നുണ്ട്. പള്ളിയിലൊക്കെ വെച്ചു കൊടുത്താൽ അവൻ അൾത്താരം മുന്നിൽ കൊണ്ടുവന്ന് പരമദരിദ്രനാക്കി അവിടുത്തെ ക്രോണിക്കിൾസിലും പത്രത്തിലും ഒക്കെ. അത് വളരെ ഒരു വേദനിപ്പിക്കുന്നൊരവസ്ഥയാണ്. ഈ ചെയ്യുന്ന അച്ഛൻ്റെ അനുജനാണെങ്കിൽ അവന് വേദന ഉണ്ടാകില്ല. എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തു, വേദന ഉണ്ടാകില്ല. നമ്മൾ എല്ലാവരും പരസ്യമാണെന്ന്. ഈ പരസ്യത്തിൻ്റെ കാലമാണ്. വാർത്തയുടെ കാലത്ത് സദ്വാർത്തയാകാൻ പറ്റുമോ? വിശേഷത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് സുവിശേഷമാകാൻ പറ്റുമോ എന്നൊരു ചിന്തയാണ്. ഇത് വളരെയധികം ചിന്തിക്കണം കേട്ടോ. നമ്മൾ കൂടപ്പിറപ്പായാലും അയൽവാസികളായാലും വിളിച്ചു പറയരുത്, അതിൻ്റെ മെറിറ്റ് പോകും. പക്ഷെ നമ്മൾ ഇതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭ തന്നെ ചെയ്യണം, അത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വരണം. മൂന്നാമത്തായി ഉപവാസം. ഭാരതീയ പശ്ചാത്തലത്തിൽ ഉപവാസം, ഉപാസന, ഉപനിഷത്ത് എന്നുള്ള 3 വാക്കുണ്ട്. ഉപവാസം കൂടെ വസിക്കുക എന്നുള്ളതാണ്. തമ്പുരാൻ്റെ കൂടെ ഇരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ജോർജ് ചേട്ടനെ കണ്ടു. എല്ലാ വർഷവും ഇയാൾ നോയമ്പെടുക്കും. ദിവ്യകാരുണ്യം മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അയാൾ സംസാരിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യം മാത്രമാണ് അയാൾ കഴിക്കുന്നത്. വെള്ളം കുടിക്കും, വേറെ ഒന്നും കഴിക്കില്ല. അയാൾ ഡ്രൈവിങ്ങിന് പോകും, തോട്ടപ്പണി എടുക്കും, ഒരു പ്രശ്നമില്ല. അയാൾ പറഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ ഈ നോയമ്പ് വന്നാൽ ചെയ്യണേണ്. ഈ നോയമ്പ് കാലത്ത് കുർബാന മാത്രമേ സ്വീകരിക്കുള്ളൂ. ഇയാളൊരു അച്ഛനല്ല, ഇയാളൊരു സിസ്റ്ററല്ല, വെറും ഒരു അൽമായൻ. ഏകദേശം ഒരു 10-55 വയസ്സ് കാണും. ഞാനത് ആ വീഡിയോ ഇന്ന് ഞാൻ കാണാനിടയായി. അപ്പോൾ അത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഉപവസിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണത്തോട് ഭയങ്കര ആർത്തി, അത് ഞാൻ വേണ്ടെന്ന് വയ്ക്കും. മൊബൈലിന് ഭയങ്കര അഡിക്ഷൻ, അല്ലെങ്കിൽ മോശമായ പടം കാണുന്നു, അല്ലെങ്കിൽ മോശമായ പ്രവർത്തികൾ ചെയ്യുന്നു, അത് വേണ്ടെന്ന് വയ്ക്കുന്നതാണ് ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ചില ആൾക്കാരുണ്ട്, അയ്യോ ഇന്ന് ഞാൻ വെള്ളിയാഴ്ചയാണ്, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ
വയറിലല്ല ഉപവാസം എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. വയറിലല്ല നോയിമ്പ്, മറിച്ച് ഹൃദയത്തിലാണ്. ഞാൻ പറഞ്ഞില്ല, വിട്ടുകൊടുക്കാൻ, ക്ഷമിക്കാൻ, ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ കഴിയുന്ന സഹായം ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് വാസ്തവത്തിൽ നോയിമ്പ് എന്ന് പറയുന്നത്, നമ്മളോട് തന്നെ. അപ്പോൾ 3 കാര്യങ്ങളാണ്: ദൈവവുമായുള്ള ബന്ധം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, നമ്മളോട് തന്നെയുള്ളൊരു ബന്ധമാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. ഞാനൊന്ന് ക്രോഡീകരിച്ചോട്ടെ. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നോയിമ്പ് എന്നുള്ള വാക്കിൽ തുടങ്ങി. നോവും അൻപും കൂടി വരുമ്പോഴാണ് നോയിമ്പായി മാറുന്നത്. പിന്നെ ഇംഗ്ലീഷിൽ ലെൻഡ് എന്ന് പറയുന്നത് ലീവ് എവറി നെഗറ്റീവ് തോട്ട്സ്, നിഷേധാത്മകമായിട്ടുള്ള നമ്മിലുള്ള ആ ചിന്തകൾ എല്ലാം ഉപേക്ഷിക്കുന്നതാണ് ലെൻഡ്. അതുകൊണ്ട് ലെൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം ടു റിപ്പൻറ്റ്, റിപ്പയർ, റിന്യൂ, റിക്കൺസൈൽ ആൻഡ് റിജോയ്സ് ഇൻ ദ ലോർഡ്. അതായത് ഈ നോയമ്പ് കാലം എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ, അനുദപിക്കുവാൻ, ഉടച്ചു വാർക്കുവാൻ, രമ്യതപ്പെടുവാൻ, ആനന്ദിക്കുവാൻ. പൗലോസ് പറഞ്ഞു, റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. ദൈവത്തിൽ ആനന്ദിച്ച് നല്ലൊരു ഈസ്റ്റർ ക്രിസ്ത്യാനിയായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പ്രോസസ്സാണ് നിരത്തുക, നികത്തുക, നേരെയാക്കുക, മൃദുലപ്പെടുത്തുക. അതിന് നമ്മൾ ചെയ്യേണ്ട ക്രിയകളാണ് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും. അങ്ങനെ നമുക്ക് ഈ ചിന്ത മനസ്സിൽ സൂക്ഷിച്ച് നമ്മളെ തന്നെ നവീകരിക്കാൻ, നമ്മൾ പാടുന്ന നാഥ നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ, നാഥ എന്നിൽ മാറ്റം വരുത്തണമേ, എന്നെ നവീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഈ നോയമ്പിലൂടെ കടന്നു പോകുന്ന ആഗോള സഭയിലുള്ള എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലം വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ സ്വീകരിക്കുവാനും വ്യക്തിപരമായി ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം, സഹോദരങ്ങളുമായുള്ള ബന്ധം, എൻ്റെ ആത്മീയ ബന്ധമെല്ലാം ഒന്ന് നവീകരിച്ചുകൊണ്ട് ഞാൻ ഒരു പുതു സൃഷ്ടിയായി മാറുവാനുള്ള കൃപാവരം നൽകണമേ. സർവശക്തനായ ദൈവം നോയമ്പിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു യാത്ര, നല്ലൊരു നോയമ്പ് കാല യാത്ര നേരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.